മാധ്യമ പഠനകേന്ദ്രം റീൽ ആൻഡ് റീഡ് വാർത്തകൾ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റായിയുടെ 115ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം മാധ്യമ പഠന കേന്ദ്രം സംഘടിപ്പിച്ച് സത്യജിത് റായ് സ്മൃതി സായാഹ്നം 2026 ഏപ്രിൽ 28-ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ നടന്ന സത്യജിത് റായ് സ്മൃതി സായാഹ്നത്തിൽ വെച്ചു കവിയും ഗാനരചയിതാവും കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ AS പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മുതിർന്ന ചലച്ചിത്ര നിരൂപകൻ MF തോമസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചലച്ചിത്ര സെമിനാറിൽ മാധ്യമ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ T. ഷിറാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്യജിത് റായ് സിനിമ എന്ന വിഷയത്തിൽ നടന്ന ചലച്ചിത്ര സെമിനാറിൽ ദൂരദർശൻ മുൻ പ്രോഗ്രാം മേധാവിയും പ്രമുഖ മാധ്യമ വിദഗ്ധനുമായ ശ്രീ ബൈജു ചന്ദ്രൻ സംസാരിച്ചു. സംഭവമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം സത്യജിത് റായ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മഹാനായ ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഈ അടുത്ത കാലത്ത് ഉന്നയിക്കപ്പെട്ടു എന്ന് ഷിറാസ് ഖാൻ്റെ ഒരു പോസ്റ്റ് അതാണ് ചോദിച്ചെന്നറിയില്ല. പക്ഷെ അത് നമ്മുടെ സ്വാഭാവികമായ മലയാളിയുടെ ഒരു സിനിസിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് ചോദിച്ചത്. ഞാനിവിടെ MF തോമസ് മാഷ് പറഞ്ഞ മാതിരി വളരെ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യജിത് ഒരു സിനിമയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ, ഈ സമയത്ത് പോലും ഇപ്പോൾ പോലും കാണുമ്പോൾ അതിൻ്റെ ഒരു സിനിമ നമുക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ ഒരു അനുഭൂതി വിശേഷമുണ്ട്. അത് പലതരത്തിലുള്ള സിനിമകൾ കണ്ട് ശീലിച്ച കാണുന്നതിനൊക്കെ അതിനെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റും. സത്യജിത്ത് സിനിമ കാണുന്നത് അതൊരു വല്ലാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്ന വളരെ യുണീക്കായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ ഇപ്പോൾ നർഗീസത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഷിറാസ് ഖാൻ ഇവിടെ സംസാരിച്ചത്. പക്ഷേ നർഗീസത്ത് അവർ തീർച്ചയായിട്ടും ഒരു വലിയ അഭിനേത്രിയായിരുന്നു. അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന കച്ചവട സിനിമാ രംഗത്തിൽ ബോളിവുഡ് എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട ബോംബെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ രാജ്യസഭയിൽ പറഞ്ഞത്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷനൊന്നും ചെറുതായിട്ട് കാണാൻ പറ്റില്ല, അവരുടെയോ അവരുടെ ഭർത്താവ് സുനിൽദത്തിൻ്റെയോ. പക്ഷേ സത്യജിത്ത് ഏറ്റവും അധികം, അത് ഷിറാസ് പറഞ്ഞു, എനിക്ക് വിട്ടുപോയെന്നറിയില്ല, സത്യജിത്ത് ഏറ്റവും അധികം വിമർശനത്തിന് നേരിടേണ്ടി വന്നത് മറ്റൊരു വിഭാഗത്തിൽ നിന്നാണ്. ഇവിടുത്തെ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്ന. ഇന്നലെയും കൂടി ഞാനൊരു പോസ്റ്റ് വായിച്ചു, നമ്മുടെ ആൾ സത്യജിത്ത് ഇല്ല, പൃഥ്വിക്കട്ടക്കാണ് എന്ന് ഒരു വിപ്ലവകാരിയായ ഒരു നാടകൃത്ത് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ അനുയായിയായ ഒരു സ്നേഹിതൻ എഴുതിയിരിക്കുന്നു. നമ്മുടെ ആൾ പൃഥ്വിക്കട്ടക്കാണ്. പൃഥ്വിക്കട്ടക്കിൻ്റെ സിനിമയാണ് സത്യജിത്തേക്കാരും കേമം, മഹത്തരം. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും സത്യജിത്തെ വളരെ, ഇവിടെ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചൊക്കെ പറയുന്ന മാതിരിയുള്ളൊരു വിമർശനമുണ്ട്. വളരെ ഗ്രാമറൊക്കെ കീപ്പ് ചെയ്ത് വളരെ കൃത്യമായി ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി ഈവൻ മറ്റേ സ്റ്റോറി ബോർഡ് തയ്യാറാക്കി അങ്ങനെയൊക്കെ ചിത്രമെടുക്കുന്ന ആളാണ് സത്യജിത്ത്. പൃഥ്വിക്കട്ടക്കൊക്കെ ഉള്ളിൽ നിന്ന് വളരെ ഇൻസ്പയർഡായിട്ട് ചിത്രമെടുക്കുന്ന ആളാണ്. ഞാൻ പൃഥ്വിക്കട്ടക്കിനെ ഒട്ടും കുറച്ച് കാണുന്ന ഒരാളും, അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനമുള്ള ഒരാളും എൻ്റെ മകന് ആ പേരിട്ട ആളുമാണ്. പക്ഷേ സത്യജിത്ത് തന്നെയാണ്. സത്യജിത്തയോട് തുല്യം നിൽക്കാൻ മറ്റൊരു ചലച്ചിത്രകാരനെയും ഞാൻ, ഇന്ത്യൻ ചലച്ചിത്രകാരന്മാർ മാത്രമല്ല, നേരത്തെ ഇവിടെ കോട്ട് ചെയ്യപ്പെട്ട കുറസോവ ഉൾപ്പെടെ സത്യജിത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള ഏറ്റവും വലിയ ചലച്ചിത്രകാരന്മാർ, ലോക ചലച്ചിത്രകാരന്മാർ പോലും റേയുടെ പിന്നിലേ നിൽക്കുമെന്ന് എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഇവിടെ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കണ്ടംപററി ആയി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. തീർച്ചയായിട്ടും പറയാനാണെങ്കിൽ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ഇങ്ങനെ എന്നോടിത് ഏത് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത് മാറ്റി വെച്ചത് എനിക്ക് തന്നെ ഒരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. എത്രമാത്രം സിനിമകൾ നമ്മുടെ മുമ്പിൽ. എല്ലാവരും പറയുന്ന അഭിപ്രായം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജൽസാഗർ, ചാരുലത മാതിരിയുള്ള സിനിമകൾ. പക്ഷേ എൻ്റെ ഏറ്റവും ആ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെയും എൻ്റെ പ്രിയപ്പെട്ട സിനിമകൾ എന്ന് തുടങ്ങുന്നത് 60കളുടെ ഒടുവിൽ മുതൽ ചെയ്ത പ്രധാനമായിട്ടും കൽക്കത്ത ത്രേ മാതിരിയുള്ള പ്രതിദ്വന്ദ്വി, സീമാബദ്ധയും ജനാരണ്യയും പോലെയുള്ള സിനിമകൾ. അതിനു മുമ്പ് 60കളുടെ മധ്യത്തിൽ അദ്ദേഹം ഏറ്റവും അധികം വിമർശന വിധേയമായിട്ടുള്ള, അദ്ദേഹത്തെ വിമർശിക്കാൻ
ആളുകൾ സൂപ്പർ സ്റ്റാറിനെ നായകനാക്കി എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള നായക് എന്നുള്ള ചിത്രം, ഇങ്ങനെ ഏറ്റവും ഒടുവിലുള്ള അതിമനോഹരമായ ഒരു സംവിധായകൻ നമ്മളിപ്പോൾ കാണുന്ന പ്രതിഭ മങ്ങി പിന്നെ ഒരു വളരെ കത്തിജ്വലിച്ച് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും സമുന്നതമായ ഒരവസ്ഥയിൽ നിന്ന് അവസാനമാകുമ്പോഴത്തേക്കും വളരെ വളരെ മീഡിയോക്കറായിട്ടുള്ള സിനിമകൾ എടുക്കുന്ന ആളുകളെ നമുക്കറിയാം. പക്ഷേ ഏറ്റവും അവസാനത്തെ ചിത്രം ആഗന്തുക് എന്ന് പറയുന്ന ചിത്രം നമുക്ക് ഒരു കാലത്തും നമുക്ക് ഒരു സംവിധായകൻ വളരെ പരിമിതമായ ഒരു വീടിൻ്റെ അകത്തും വളരെ അപൂർവമായി മാത്രം ക്യാമറ വെളിയിൽ പോയിട്ട് സഞ്ചരിക്കുന്ന ശാന്തിനികേതൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമം ഒഴിച്ചാൽ ക്യാമറ എപ്പോഴും അതിന് ഇൻഡോറിലാണ്. ആ ചിത്രത്തിലൂടെ റേ പറഞ്ഞു വെക്കുന്ന ഒരു വലിയ ഒരു ജീവിത സമസ്യ, ഒരു ജീവിതത്തിൻ്റെതായൊരു ഫിലോസഫി ഒക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മധ്യവർഗത്തിൻ്റെ പൊള്ളത്തരത്തെ മുഴുവൻ പിന്നെ പൊളിച്ചു കാട്ടുന്ന ഒരു സിനിമ ആഗന്തുക് പോലെയുള്ള സിനിമ. അങ്ങനെ ഇതിനകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കരമായൊരു സംശയമുണ്ട്. പക്ഷേ അരങ്ങരുതിൻ രാത്രി എന്ന് പറയുന്ന സിനിമയെ പോലെ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറച്ച് നാളായിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് തോന്നുന്നു. നമ്മുടെ ജെൻസി സിനിമകളിൽ കുറച്ച് കൂട്ടുകാർ ചേരുന്നു, ആ കൂട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ പിന്നെ കൊച്ചു കൊച്ചു തമാശകൾ പലതും എന്നെപ്പോലുള്ള ഭക്തന്മാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ വാഴ്ത്തി പാടുന്ന ഒരുപാട് കമേഴ്ഷ്യലി ഹിറ്റായിട്ടുള്ള ഇന്ത്യയിലെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ്, എനിക്ക് ചന്ദ്രശേഖരനോട് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ സഹിച്ച് കാണുന്ന ചന്ദ്രശേഖരൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠനം എഴുതും. കാണുന്ന പോട്ടെ, പഠനം കൂടെ എഴുതുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭീകരമായ അവസ്ഥയാണ്. അത് അസാമാന്യ സഹനശേഷിയുള്ള ഒരാൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് 4-5 ചെറുപ്പക്കാരി കാണിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങൾ, അവരുടെ തമാശകൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ, അവിടെയാണ് 4 ചെറുപ്പക്കാർ, നഗരവാസികളായ 4 ചെറുപ്പക്കാർ ഒരു അവധിക്കാലം ആസ്വദിക്കാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോകുന്നു. ശരിക്കും റേയുടെ എപ്പോഴും അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പുണ്ട്, ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന ഇടത്തരക്കാരനായ വളരെ എല്ലാ ചുറ്റവട്ടങ്ങളോടും കൂടി ജീവിക്കുന്ന ബംഗാളിലെ അത്തരം ഒരു ഇടത്തരക്കാരായ 4 ചെറുപ്പക്കാർ. അവർ 4 പേരും 4 തരത്തിലുള്ള ആളുകളാണ്. പിന്നെ അഷീം, സഞ്ജയ്, ഹരി, ശങ്കർ. അവർ ഈ സിനിമ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗാളിലെ അന്നത്തെ യുവ സാഹിത്യകാരനായിരുന്ന നമ്മുടെ എം ടി വാസുദേവൻ നായരുടെയൊക്കെ തലമുറയിൽപ്പെട്ട 1960കളുടെ ഒടുവിൽ സുനിൽ ഗംഗോപാധ്യായയുടെ പ്രശസ്തമായൊരു കൃതിയാണ് അരണ്യ ദിൻരാത്രി. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം സുനിൽ ഗംഗോപാധ്യായ വിളിച്ചു ചോദിക്കുകയാണ്, ഞാനിത് വായിച്ചു സീരിയലൈസ് ചെയ്തപ്പോൾ ഒരു ഓണപ്പതിപ്പ് പോലെ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ബംഗാളിലെ ഈ പൂജാ പതിപ്പാണ്. ഒരു പൂജാ പതിപ്പിൽ വായിച്ചു, എനിക്കിത് സിനിമയാക്കാൻ താല്പര്യമുണ്ട്, സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ സാക്ഷാത് സത്യത്തിനെ വിളിച്ച് ചോദിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ലല്ലോ. അങ്ങനെ സുനിൽ ഗംഗോപാധ്യായ വളരെ സമ്മതം എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം എന്തോ ഒരു ചെറിയ ഓരോരുത്തരുടെയും ആ കഥാപാത്രങ്ങളുടെ ചില എന്തൊക്കെയാണെന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം അതിന് മറുപടി പറയുന്നു എന്നല്ലാതെ അതിനപ്പുറമായിട്ട് യാതൊരു ഡിസ്കഷനും ഇല്ല. പിന്നെ കാണുന്നത് സുനിൽ ഗംഗോപാധ്യായ സിനിമയാണ്. ആ സിനിമ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്, എനിക്ക് വരെ ആരെയും പരിചയമില്ല ഇതിനകത്ത് ഒരു കഥാപാത്രത്തെക്കുറിച്ച്. അതായത് ആ സിനിമ മുഴുവൻ മാറിക്കഴിഞ്ഞു. ഈ നമ്മുടെ നോവൽ അഡാപ്റ്റേഷനെ കുറിച്ചും സാഹിത്യകൃതിയുടെ അഡാപ്റ്റേഷനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവർ ഏറ്റവും അധികം അവർ എടുക്കേണ്ട ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു ചിത്രമാണ് അരങ്ങേറ്റത്തിൻ്റെ രാത്രി. കാര്യം ഒരു സിനിമയുടെ നോവലിൻ്റെ ഒരു ത്രെഡ് മാത്രമായിട്ട് എടുത്ത് 4 തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ ട്രെയിൻ പിടിച്ച് ഒരു കാട്ടിനുള്ളിലേക്ക് പോകുന്ന കഥയിൽ നിന്ന് അഭ്യസ്തവിദ്യരായ എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ജീവിതത്തെ ആസ്വദിക്കുന്ന 4 പേര് പിന്നെ ഒരു കാറിൽ കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു പിന്നെ ടി.വിയിൽ ഫോറസ്റ്റ് ഒരു വനംവകുപ്പിൻ്റെ ഒരു ടി.വി കടന്നു കയറി താമസിക്കുന്നു. അവിടുത്തെ ചൗക്കിദാർക്ക് കാശ് കൊടുത്ത് അവിടുന്ന് അവർ പിന്നെ ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഷേവ് ചെയ്യേണ്ടെന്ന് വരെ തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോഴാണ് 2 സ്ത്രീകളെ കാണുന്നത്. വളരെ സുന്ദരികളായ 2 സ്ത്രീകൾ അപ്പുറത്ത് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടുകൂടി ബ്ലേഡ് അതിനകത്ത് രസികനായ നമ്മുടെ ജഗദീഷൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടിരുന്നൊരു ക്യാരക്ടർ പോലെ അദ്ദേഹം മറ്റേ കൂട്ടുകാരൻ്റെ ബ്ലേഡ് ആക്രമിച്ചെടുത്ത് ഷേവ് ചെയ്യുന്നു. അങ്ങനെ സുന്ദരന്മാരായി. പക്ഷെ അവരുടെ മുമ്പിൽ ഈ 2 വളരെ അതിനകത്ത് ഒരാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, സത്യത്തിലുള്ള നായികന്മാർ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നായികയാണ്. പ്രത്യേകിച്ച് ഷർമിള ടാഗോറാണ് അത് അഭിനയിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടത്. നായകൻ എന്നുള്ള സിനിമയിൽ നായകൻ്റെ എല്ലാ കപടതയും പൊളിച്ചു കാട്ടുന്ന നായികയായിരുന്നു പിന്നെ ഷർമിള ടാഗോറിൻ്റെ കഥാപാത്രം. അതുപോലെയാണ് ഇവിടെ ഷർമിള ടാഗോർ, ഇവിടെ നമ്മുടെ സൗന്ദര്യ ചാറ്റർജി അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട അസീം എന്ന് പറയുന്ന നായിക കഥാപാത്രം ഉൾപ്പെടെയുള്ളവരെ അവരുടെ
എല്ലാ കപടതയെയും ഹിപ്പോക്രസിയെയും അവരുടെ ഉള്ളത്തരങ്ങളെയും ഒക്കെ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ വളരെ പ്രശസ്തമായ ഒരു സീക്വൻസ് ആണ് അതിനകത്തെ മെമ്മറി ഗെയിം സീക്വൻസ്. ഓരോരുത്തരായിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ഓരോരുത്തർ ഒരു പേര് പറയും, അടുത്തയാൾ ആ പേരും പറയണം, അയാളുടെ ഉള്ളിലുള്ള വേറൊരു പേരും പറയണം, പ്രശസ്തരായ വ്യക്തിയുടെ. അങ്ങനെ ഈ 5 പേര് കളിക്കുന്ന കളി. ഈ കളിയിൽ നമ്മളപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ, അതൊന്നും നോവലില്ലാത്തതാണ്, അത് സൈക്കോളജിക്കൽ ഗെയിമാണ്. ആ കളിയിൽ ഒരൊറ്റ കളിയിലൂടെ തന്നെ ക്യാമറയിൽ 360 ഡിഗ്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ കളിയിലൂടെ, ആ കളിയുടെ ചിത്രീകരണത്തിലൂടെ റേ ഈ 3 കഥാപാത്രങ്ങളെയും അവരുടെ എന്താണ് അവർ ശരിക്കും പറഞ്ഞത്. ഒരാൾ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ, ഏത് ബംഗാളി ആദ്യം പറയുന്ന പേര് രവീന്ദ്രനാഥ് ടാഗോർ ആയിരിക്കും. രവീന്ദ്രനാഥ് ടാഗോർ, അടുത്തയാൾ ഷേക്സ്പിയർ, അടുത്തയാൾ ക്ലിയോപാട്ര, ഇങ്ങനെ പേര് പറഞ്ഞു പോകുമ്പോൾ ഒരാൾ പറയുന്ന അതുല്യ ഘോഷാണ്. അതുല്യ ഘോഷ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവാണ്. ഇവിടുത്തെ നമ്മുടെ വേണമെങ്കിൽ നമുക്ക് രമേശ് ചെന്നിത്തല എന്നൊക്കെ പറയുന്നത് അന്നത്തെ. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള അവരെന്താണ്, അവരുടെ ഒരു കഥാപാത്രത്തിൻ്റെ ശരിക്കുള്ള എന്താണ് അവരുടെ ഉള്ള് എന്ന് തിരിച്ചറിയുന്ന ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ മൈൻഡ് ഗെയിമാണ് സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അങ്ങനെ ഇത് കഴിയുമ്പോൾ ഈ സിനിമയുടെ അവസാനമാകുമ്പോഴത്തേക്കും അവർ 4 പേരും അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയുള്ള, പ്രത്യേകിച്ച് നായക കഥാപാത്രമായ സൗന്ദര്യ ചാറ്റർജി നമുക്കറിയാം, ആപ്പുമായിട്ട് അഭിനയിച്ച, അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ റേയുടെ പല കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച സൗന്ദര്യ ചാറ്റർജി ഇതിനകത്തൊരു ഒരു ഗ്രേ ക്യാരക്ടറാണ്. ഒരു ആൻറ്റി ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന, വില്ലനല്ല, പക്ഷെ നായകൻ്റെ സൽസ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത, ഒരുപാട് നാട്യങ്ങളുള്ള, പക്ഷെ അവസാനം അയാളുടെ ഈ അനുഭവങ്ങളിലൂടെ, ഇത്രയും ദിവസത്തെ അവിടുത്തെ താമസത്തിലൂടെ ആ മറ്റേ എതിർ കഥാപാത്രം, അതായത് ഔട്ടർ ഈഗോ എന്ന് പറയാവുന്ന ആ പെൺകുട്ടിയുടെ ആയിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ, അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ അയാളെ തന്നെ തിരിച്ചറിയും. അപ്പം ഇങ്ങനെ ഒരു സിനിമ ഒരു കോമഡിയാണ്. കോമഡി ആയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആ സിനിമ ഏറ്റവും അധികം 2 കൈയും സ്വീകരിച്ച ഒരു സിനിമയാണ്. അത് അങ്ങനെയാണ്. പക്ഷെ അതിനപ്പുറമായിട്ടൊരു സൈക്കോളജിക്കൽ ഡ്രാമ എന്നൊക്കെ പറയാവുന്നത്. എങ്ങനെയാണ് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കേണ്ടത്, അവരെ അവതരിപ്പിക്കേണ്ടത്, അവരെ എങ്ങനെ നമുക്ക് ഒരു നമ്മളിലേക്ക് അവരിങ്ങനെ വന്നു ചേരും എന്നൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് അനന്യർ ടിൻഡാർ. ഈ അടുത്ത കാലത്ത് റീസ്റ്റോർ ചെയ്തു, വളരെ നല്ല പ്രിൻ്റായിട്ട് ആണ് വന്നത്. യൂട്യൂബിൽ നമുക്കത് ആ പ്രിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സിനിമ, ഞാനിത് സങ്കടം എന്താ പറഞ്ഞാൽ, നമ്മുടെ യുവതലമുറ ഇത് എത്ര പേര് കാണുന്നു? ഈ മുറിയിൽ ആകെ യുവതലമുറ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സത്യത്തിനെ കുറിച്ചുള്ളൊരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ ഇരിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ പരിപാടിക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള പഴയ സിനിമയെക്കുറിച്ചോ പഴയ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ചെറുപ്പക്കാരെന്നൊരു വർഗം ആ പരിസര പ്രദേശത്ത് കാണുന്നത്. അത് സിനിമയായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലേകൾ. അവരുടെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് ലോകയാണ്, അല്ലെങ്കിൽ ആവേശമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ലോക ക്ലാസിക് പോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാണാം. അത് കാണുമ്പോഴാണ് എനിക്ക് ചന്ദ്രശേഖരനോട് വരെ ദേഷ്യം വരുന്നത്. മനസ്സിലായി? അവർക്ക് ഇന്ന് അവരെ പോലെ യുവതലമുറ ഏറ്റവും അധികം കാണേണ്ട ഒരു സിനിമയാണ്. ഞാൻ പല ക്ലാസ്സുകളിലും പഠിപ്പിക്കുമ്പോൾ ജേർണലിസം പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല ഭാഗ്യത്തിൽ. അപ്പോൾ പണ്ട് ചോദിക്കുമ്പോൾ ഫത്തേർ പാഞ്ചാലി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഏതോ ഒരു സീക്വൻസ് പഠിക്കാനുണ്ടായിരുന്നു. അവർ നമ്മുടെ സത്യത്തിനെ കാണുന്നില്ല. അവർ കൃത്യമായി ലോക സിനിമ മുഴുവൻ ചിലപ്പോൾ കാണുന്നുണ്ടാവാം, കാര്യം ഇങ്ങോട്ട് കോപ്പി അടിക്കണമല്ലോ സിനിമ എടുക്കാൻ വേണ്ടി. അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങൾക്കൊക്കെ റേയുടെ സിനിമ ആണെങ്കിൽ പട്ടം കൽപ്പന തിയേറ്ററിൽ ആണ് കാണിക്കുന്നത്. ഓർമ്മ തോമസ് മാഷിനെ അവിടെ കാണിക്കുന്ന ചിത്രലേഖയുടെ സ്ക്രീനിങ് ഉണ്ടാവും, ചിലപ്പോൾ സബ് ടൈറ്റിൽ പോലും കാണില്ല. അങ്ങനെയാണ് പോയിരുന്ന് കണ്ടിട്ടുള്ളത്. പിന്നീട് റേ മരിച്ചപ്പോൾ ദൂരദർശനിൽ എല്ലാ പടങ്ങളും രാത്രി കാണിച്ചു. അപ്പോൾ ഇതൊന്ന് മുഴുവൻ കണ്ട് റെക്കോർഡ് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്ത് ശ്യാമപ്രസാദും കൂടെ റേയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ സംസാരിപ്പിച്ച് അങ്ങനൊരു അതൊരു ഷാജി ഉൾപ്പെടെ ഭാസ്കര മാഷുണ്ടായിരുന്നു. അപ്പോൾ റേയെക്കുറിച്ച് ഞങ്ങളുടെ ഒരു കടമയായിരുന്നു റേയോട് എന്നുള്ളൊരു രീതിയിൽ ഞങ്ങളത് ചെയ്യും. അപ്പോൾ അതിനകത്ത് അന്നാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ഞാൻ അന്ന് കണ്ട സിനിമകൾ പലതും പിന്നെയും എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. ജനാരണ്യ മാതിരിയുള്ള വളരെ ഡാർക്കായിട്ടുള്ളൊരു സിനിമ, ഒരു അഴിമതി എന്ന് പറയുന്ന ഭീകരമായ ഒരു വാസ്തവത്തെ മുഴുവൻ ഇങ്ങനെ കാണിക്കുന്ന സിനിമ. ആ സമയത്തൊക്കെ സത്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയാണെന്നും കൂടെ ആലോചിക്കണം. അപ്പുറത്ത് മൃണാൾസിൻ്റെയും പൃഥ്വിക്കട്ടക്കിൻ്റെയും ആരാധകർ ചേർന്നിട്ട് ഇയാൾ ഈ സമയത്ത് ഇവിടെ മറ്റേ സിനിമ എടുത്തുകൊണ്ടിരിക്കില്ലേ, അവരൊക്കെ നക്സലിസം കട്ടം മുഴുവൻ ഇത്രയും ഭയങ്കരമായി കത്തിരിയുമ്പോൾ റേ എടുക്കുന്ന ഇങ്ങനെയുള്ള സിനിമയാണെന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്ന കാലത്താണ് ഇന്ന് ഏറ്റവും റെലവൻ്റായി അന്നത്തെ കൽക്കട്ട, അന്നത്തെ ഏർബൻ യൂത്ത് ജനാരണ്യ എന്നുള്ള സിനിമയുടെ ഒരു സീക്വൻസ് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 70കളിലാണ്.
ആ ഹാളിലേക്ക് ഒരാൾ വന്ന് കോപ്പി അടിക്കുന്നുണ്ട്, ഒരാൾ വന്നിട്ട് നേരെ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ഇൻവിജിലേറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അയാൾക്ക് ഒരു റോളും ഇല്ല. അന്നത്തെ കൽക്കട്ട എങ്ങനെയായിരുന്നു? അന്നത്തെ കൽക്കട്ട ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമകൾ കാണേണ്ടവർ കാണുന്നില്ല, ഇതുപോലുള്ള സെമിനാറുകൾ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഒരുപക്ഷെ അങ്ങ് BJT ഹാളിലൂടെ അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ഷാജീൻ കരുണിൻ്റെ പരിപാടി ഇന്നാണ് നിർഭാഗ്യവശാൽ അതിന് കൊണ്ടാണ്. അവിടെയും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ചെറുപ്പക്കാരൻ അങ്ങോട്ട് ചേരാൻ ഉള്ള സാധ്യതയില്ല. നന്ദി, നമസ്കാരം. സെമിനാറിൽ പങ്കെടുത്തവരുടെ വിശദമായ സത്യജിത് റായ് ഓർമ്മകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാവുന്നതാണ്.